പേജ് നമ്പർ 240 ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 6 വാട്ട് നമ്പർ മസ്റ്റ് ബി ടേക്കൺ ആസ് കെ ടു ഗെറ്റ് എ പോളിനോമിയൽ ഫോർ വിച്ച് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ. ഫൈൻഡ് ഓൾസോ ദ അതർ ഫാക്ടർ ഓഫ് ദാറ്റ് പോളിനോമിയൽ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളിനോമിയൽ, അതിൽ കെയുടെ വില ഏത് നമ്പറായിട്ട് എടുക്കുകയാണെങ്കിലാണ് എക്സ് മൈനസ് 1 ഈ ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടർ ആവുക. കൂടാതെ ഫൈൻഡ് ഓൾസോ ദ അതർ ഫാക്ടർ ഓഫ് ദാറ്റ് പോളിനോമിയൽ. ആ ഒരു പോളിനോമിയലിൻ്റെ, അതായത് കെയുടെ വില കണ്ടുപിടിച്ചതിന് ശേഷം ആ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ എക്സ് മൈനസ് 1 ആയിരിക്കുമല്ലോ. അപ്പോൾ മറ്റേ ഫാക്ടർ എന്തായിരിക്കും, അതർ ഫാക്ടർ എന്തായിരിക്കും, ഇതാണ് ചോദ്യം. കേട്ടല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ്, കണ്ടല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 6ൻ്റെ എക്സ് മൈനസ് 1 ഫാക്ടർ ആവണം. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്തായിരിക്കും? അപ്പോൾ എക്സ് മൈനസ് 1 ഫാക്ടർ ആവണം എന്നുണ്ടെങ്കിൽ കെയുടെ വില എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ എക്സ് മൈനസ് 1 ഇതിൻ്റെ ഫാക്ടർ ആവും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് മൈനസ് 1 അല്ലേ, അപ്പോൾ സൈൻ മാറ്റിയിട്ട് പി ഓഫ് പോസിറ്റീവ് 1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ പി ഓഫ് നെഗറ്റീവ് 1 ആണ്. അപ്പം നമ്മൾ പി ഓഫ് പോസിറ്റീവ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. എങ്കിലേ എക്സ് മൈനസ് 1 ഇതിൻ്റെ ഫാക്ടർ ആവും. ഈസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് കെ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 1 പ്ലസ് 6 7 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു, ഈ 7 അങ്ങോട്ട് പോകുമ്പോൾ -7. അപ്പോൾ കെയുടെ വില എന്തായിരിക്കണം? -7 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽ കെക്ക് -7 ഇട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ കണ്ട -7 ആണ് കേട്ടോ. -7 എക്സ് കെ എക്സ്, കെയുടെ -7, അപ്പോൾ -x പ്ലസ് 6. ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് 1. അപ്പോൾ അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത ഫാക്ടർ എന്താണെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മൾ നേരത്തെ മുൻപത്തേൽ ചെയ്തിട്ടുണ്ട്. എക്സ് മൈനസ് എ ആണ് അടുത്ത ഫാക്ടർ എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം കേട്ടോ. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എ മൈനസ് എ എക്സ്, -1 ഇൻറ്റു എക്സ് -1x, നെഗറ്റീവ് പോസിറ്റീവ്, 1 ഇൻറ്റു എ. ഇതാണ് നമ്മുടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിലും നമുക്കൊരു ഒറ്റ ടേമാക്കി എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ, രണ്ടിലും ഒരുപോലെ ഉള്ളത് ഏതാ? ഒരുപോലെ ഉള്ളത് -x. അപ്പോൾ -x പുറത്തേക്ക് എടുക്കുക. ബാക്കി വരുന്നത് പോസിറ്റീവ് എയും പോസിറ്റീവ് എക്സിന് എക്സ് പോന്നാൽ 1 പ്ലസ് എ. ഇനി ഇതും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇതും കൂടി. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെട്ടിപ്പോയി. then അടുത്തത് ഇതാണ് -x
7x is equal to minus x a plus 1. അപ്പോൾ മൈനസ് വെട്ടിപ്പോകുമ്പോൾ അത് പോസിറ്റീവായി പോയി. ഇനി ഉള്ളത് എക്സും വെട്ടിപ്പോയി. ബാക്കി വന്നത് 7 is equal to a plus 1. a is equal to 7 പ്ലസ് 1 നിങ്ങൾ വരുമ്പോൾ എന്താവും -1. a is equal to 6. പോസിറ്റീവ് 6 ആണ് വരുന്നത് ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് മൈനസ് എയുടെ വില എന്തായിരിക്കും? എക്സ് മൈനസ് 6 ആയിരിക്കും അടുത്ത ഫാക്ടർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 91. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനെ നമുക്കൊന്ന് എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 91 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലത് ഏത് ഈക്വേഷനിലാണ് വരികയെന്ന്. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ a ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1. b ഈസ് ഈക്വൽ ടു -20. c ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 91. ഓക്കെ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. -20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -20 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രയാണ്? 91 ബൈ 2 ഇൻറ്റു 1. 2 മൈനസ് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും കേട്ടോ. 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -20ൻ്റെ സ്ക്വയർ വരുമ്പോൾ 400 ആവും. പോസിറ്റീവ് 400 ആവും. പിന്നെ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 ഇൻറ്റു 1 ഇൻറ്റു 91 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 4 മൈനസ് 1 ഇൻറ്റു 4 4 9 ഇൻറ്റു 4 9 ഇൻറ്റു 4 36 2 2 ഇൻറ്റു 1 2 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 400 മൈനസ് 364. 400ൽ നിന്ന് 364 കുറയ്ക്കണം. 40 ആവാൻ അത് കുറച്ചിട്ട് വരുന്നതിന് ചിഹ്നം പോസിറ്റീവ് 36 ബൈ 2 ഈസ് ഈക്വൽ ടു 20 പ്ലസ് ഓർ മൈനസ് 36ൻ്റെ റൂട്ട് എത്രയാണ്? 6 ഹോൾ ബൈ 2. അപ്പോൾ 20 പ്ലസ് ഓർ മൈനസ് 6/2 എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 20 പ്ലസ് 6/2 എന്ന് അതിൻ്റെ വില കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് 20 മൈനസ് 6/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 26/2 ഈസ് ഈക്വൽ ടു 13. 20 മൈനസ് 6 14/2 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ 13 ഇൻറ്റു 7. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി വാല്യൂസ് കിട്ടി നമുക്ക്. ഏതൊക്കെയാണ്? 13ഉം 7 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. പിന്നെ ഇതിനെ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്ന് എഴുതണം എന്നായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം 13ഉം 7ഉം ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ സൈൻ മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ എക്സ് പോസിറ്റീവ് 13 ആണല്ലോ. നമ്മൾ -13. ദെൻ എക്സ് പോസിറ്റീവ് 7 ആണല്ലോ. അപ്പോൾ നമ്മൾ -7. ഇതാണ് ഉത്തരം. അതിന് രണ്ടാമത്തെ ആൾ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്തെന്ന് ചെയ്യണം? എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ്
51 is equal to 0 ഇങ്ങനെ എഴുതാം. എന്നിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 കണ്ട എക്സ് സ്ക്വയർ അല്ലേ. ബി ഇസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് 20. സി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 51. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈനസ് 20 പ്ലസ് ഓർ മൈനസ് -20 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 51 ഓൾ ബൈ 2 ഇൻറ്റു 1. 2 നെഗറ്റീവ് ആകുമ്പോൾ അത് പോസിറ്റീവായിട്ട് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 20ൻ്റെ സ്ക്വയർ പോസിറ്റീവ് 400 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 51 1 ഇൻറ്റു 4 4 20 2 ഇൻറ്റു 1 2 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ 400ൽ നിന്ന് 200 4 മൈനസ് ചെയ്യാം. 196 196 ഓൾ ബൈ 2 20 പ്ലസ് ഓർ മൈനസ് 196ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് അറിയാമോ 14 കേട്ടോ. റൂട്ട് 196ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 അപ്പോൾ ഓൾ ബൈ 2. അപ്പോൾ ഇവിടെ 20 പ്ലസ് 14/2ൻ്റെ വിലയും കണ്ടുപിടിക്കണം. 20 മൈനസ് 14/2ൻ്റെ വിലയും കണ്ടുപിടിക്കണം. അപ്പോൾ 34/2 is equal to 17. Then മൈനസ് ചെയ്യുമ്പോൾ 6/2 is equal to 3 കണ്ടോ. അപ്പം 17ഉം 3 ആണ് കിട്ടുന്നത്. അപ്പം ഇനി ഫസ്റ്റ് ഡിഗ്രിയുടെ പോളിനോമിയൽ എഴുതുമ്പോൾ സൈൻ മാറ്റി വേണം എഴുതാൻ. അപ്പം എക്സ് മൈനസ് 17 എക്സ് മൈനസ് 3 രണ്ടും പോസിറ്റീവാണ്. അപ്പം 2 മൈനസ് ആക്കി വേണം പോളിനോമിയൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ. ഇനി അടുത്ത കണക്കിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെയാണ് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 84 is equal to 0 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a. അപ്പോൾ മൈനസ് എ ഇസ് ഈക്വൽ ടു അതൊന്ന് എഴുതി വയ്ക്കാം കേട്ടോ. എ ഇസ് ഈക്വൽ ടു 1 ബി ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കുമ്പോൾ 5 അല്ലേ. ഇതേ കണ്ട ഇതിൽ നിന്നാണ് എടുക്കുന്നത് പോസിറ്റീവ് 5. സി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 84. അപ്പോൾ നെഗറ്റീവ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രയാണ് വരുന്നത് നെഗറ്റീവ് 84 ഓൾ ബൈ 2 ഇൻറ്റു 1 മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയറാണ് 25. ഇനി ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ് ഇത് ഇൻറ്റു വരുന്നത്. ഈ മൈനസും പോസിറ്റീവായിട്ട് പോകുന്നു. 84 ഇൻറ്റു 4 4 ഇൻറ്റു 4 6 ബാക്കി 1. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ബൈ 2 ഇൻറ്റു 1 2. അപ്പം -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യും. 361 ഓൾ ബൈ 2. അപ്പോൾ -5 പ്ലസ് ഓർ മൈനസ് 361ൻ്റെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 361ൻ്റെ റൂട്ട് എന്ന് പറയുന്നത്
19 കേട്ടല്ലോ. ഓൾ ബൈ 2. അപ്പോൾ -5 പ്ലസ് 19/2 വിലയും കണ്ടുപിടിക്കണം. -5 മൈനസ് 19/2 വിലയും കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടും കൂടി കൂട്ടാൻ പറ്റില്ലല്ലോ. നെഗറ്റീവ് പോസിറ്റീവ് കുറച്ചിട്ട് വേണ്ടുന്ന ചിഹ്നം. 19 5 പോയാൽ എത്രയാണ്? 14 പോസിറ്റീവ് 14/2 = 7. ഇനി ഇവിടെ ഒരേ സൈനാണ്, അപ്പോൾ കൂട്ടിയിട്ട് ആണ് നമ്മൾ എഴുതുക. അപ്പോൾ -5 -19 -24 ഓൾ ബൈ 2. ഇതിൻ്റെ ഉത്തരം -12 നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് എഴുതുമ്പോൾ സൈൻ മാറ്റി എഴുതണം. അപ്പോൾ ഇത് പോസിറ്റീവ് 7 അപ്പോൾ x - 7 ഒരെണ്ണം. -12 അപ്പോൾ x + 12 ആയിരിക്കും. ഓക്കെ. മറ്റെയാണ് 4x² - 16x + 15. ഇത് ഇതുപോലെ തന്നെ എടുത്തെഴുതുക. = 0. -b ± √b² - 4ac all by 2a. So a = ഇവിടെ x² കോവിഷ്യൻ്റ് ഏതാണ്? 4. അപ്പോൾ b = x കോവിഷ്യൻ്റ് -16. c = +15 -16 ± √b² -16² -4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു c എന്ന് പറയുമ്പോൾ 15 ഓൾ ബൈ 2 ഇൻറ്റു എയുടെ വില 4. 2 മൈനസ് വരുമ്പോൾ അത് പോസിറ്റീവ് 16 ± -16ൻ്റെ സ്ക്വയർ 256 മൈനസ് 4 ഇൻറ്റു 4 16 16 ഇൻറ്റു 15 240 ഓൾ ബൈ 8. അപ്പോൾ 16 ± ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 16 കിട്ടുക. 256 240 മൈനസ് ചെയ്യുമ്പോൾ 16 ഓൾ ബൈ 8. 16 ± 16ൻ്റെ റൂട്ട് എത്ര? 4/8. അപ്പോൾ ഇനി നമുക്ക് 16 + 14/8 വിലയും കണ്ടുപിടിക്കണം. പിന്നെ 16 - 4/8 വിലയും കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ 16 + 4 20 20/8. 20/8നെ നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. ചെയ്യുമ്പോൾ 20ഉം 8ഉം നമ്മളൊന്ന് ചെറുതാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ 2 20 10 പ്രാവശ്യം, 2 8 4 പ്രാവശ്യം, വീണ്ടും 2 20 5, 2 4 2. അപ്പോൾ എത്ര കിട്ടുക ഉത്തരം? 5/2. ദെൻ 16 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് നോക്കാം. 12/8. അതും നമുക്ക് ഇവിടെ ചെറുതാക്കി എടുക്കാം കേട്ടോ. 12,8 2 6 4. 2 6 3 പ്രാവശ്യം, 2 4 2 പ്രാവശ്യം. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 3/2. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് 5/2ഉം അതുപോലെ 3/2ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് നമുക്ക് എഴുതണം. എങ്ങനെയാണ് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിലെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് എക്സിൻ്റെ ഒപ്പം എഴുതണം. പിന്നെ അപ്പോൾ ഇവിടെ 2x എന്ന് എഴുതാം. പിന്നെ പോസിറ്റീവ് 5 അല്ലേ, അപ്പോൾ അത് -5. അപ്പോൾ ഇതൊരെണ്ണം 2x - 5. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും ഇതിൻ്റെ അടിയിൽ 2 അല്ലേ, അപ്പോൾ എക്സിൻ്റെ ഒപ്പം എഴുതാം. 2x +3 അല്ലേ, അപ്പോൾ അതെന്താവും? -3. ഇത് രണ്ടുമാണ് പോളിനോമിയലായിട്ട് എഴുതേണ്ടത്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് എഴുതേണ്ടത്.
ഈ പ്രോബ്ലത്തിൽ ലാസ്റ്റ് വൺ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ. നമുക്ക് എടുത്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഇസ് ഇക്വൽ ടു 0 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a. അത് ഇതിലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എ ഇസ് ഈക്വൽ ടു 1 അല്ലേ, ബി ഇസ് ഈക്വൽ ടു -1, സി ഇസ് ഈക്വൽ ടു -1. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് കൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് -1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സി എന്ന് പറയുന്നത് -1 ഓൾ ബൈ 2 ഇൻറ്റു 1. 2 മൈനസ് വരുമ്പോൾ അത് +1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ 1. പിന്നെ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് വരുന്നത്. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് വരും. 4 ഇൻറ്റു ചെയ്യുമ്പോൾ ബൈ 2 ഇൻറ്റു 1 2. 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 5 ബൈ 2. റൂട്ട് 5ൻ്റെ വാല്യൂ റൂട്ട് 5 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. 1 പ്ലസ് റൂട്ട് 5 ബൈ 2ൻ്റെ വാല്യൂ കാണണം. 1 മൈനസ് റൂട്ട് 5 ബൈ 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ ആയിട്ട് വരുന്നത് ഇതിൻ്റെ റൂട്ട് 5ൻ്റെ വാല്യൂ നമുക്ക് റൂട്ട് 5 ആയിട്ട് തന്നെ എടുക്കുക. അങ്ങനെ വരുമ്പോൾ പോളിനോമിയലിൻ്റെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ഇട്ട് എഴുതുമ്പോൾ എക്സ് മൈനസ് 1 പ്ലസ് റൂട്ട് 5 ബൈ 2 ഒരെണ്ണം. അടുത്തത് എക്സ് മൈനസ് 1 മൈനസ് റൂട്ട് 5 ബൈ 2. ഇത് രണ്ടുമാണ് പോളിനോമിയലായിട്ട് വരുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. പേജ് നമ്പർ 242ലേക്ക് നമ്മൾ പോകുമ്പോൾ 2ലെ രണ്ടാമത്തെ ഒരു പ്രോബ്ലത്തിലായിട്ട് നമുക്ക് പോകുമ്പോൾ പ്രൂവ് ദാറ്റ് നൺ ഓഫ് ദ പോളിനോമിയൽ ബിലോ ക്യാൻ ബി ഫാക്ടേർഡ് ഇൻടു എ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. താഴെ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രികൾ ഒന്നുപോലും നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാൻ സാധിക്കുകയില്ല എന്ന് വേണം തെളിയിക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a കണ്ടല്ലോ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ഇവിടെ 1, ബി ഇസ് ഈക്വൽ ടു ഇവിടെയും 1 തന്നെയാണ്, സി ഇസ് ഈക്വൽ ടു ഇവിടെയും 1 തന്നെയാണ്. ഇതിലേക്ക് കൊടുക്കുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാലും 1 തന്നെ ഓൾ ബൈ 2 ഇൻറ്റു 1. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ 1. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇൻറ്റു ചെയ്യുമ്പോൾ -4 ഓൾ ബൈ 2 ഇൻറ്റു 1 2. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 ഓൾ ബൈ 2. റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് -3 ആണ് കിട്ടിയത്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും തന്നെ റൂട്ട് ഇല്ല. അതുകൊണ്ട് നമുക്കിതിനെ റൂട്ട് കണ്ടുപിടിച്ച് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് പിന്നെ ഈ നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. വി കനോട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 cannot be written as the product of 2 first degree polynomials. ഓക്കെ, രണ്ടാമത്തെ
നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a മൈനസ് അല്ല എ ഇസ് ഈക്വൽ ടു അത് എഴുതണല്ലോ. എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു -1, സി ഇസ് ഈക്വൽ ടു +1 മൈനസ് -1 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ 1 ഓൾ ബൈ 2 ഇൻറ്റു 1. അപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ അതെന്താവും പോസിറ്റീവ് ഒന്നാവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ +1 മൈനസ് ഇവിടെ നിന്ന് വരെ ഇൻറ്റു ചെയ്യുമ്പോൾ 4 ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 ബൈ 2 ഇൻറ്റു 1 2. ഇവിടെ നമുക്ക് എന്താണ് റൂട്ടിനുള്ളിൽ -3 അപ്പോൾ നമുക്ക് സെയിം സ്ഥാനം വരാൻ പോകുന്നത്. അതായത് വി കനോട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1ൻ്റെ പിന്നെ റൂട്ട് മറ്റേ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എഴുതാൻ സാധിക്കുകയില്ല എന്നാണ് എഴുതി വെക്കേണ്ടത്. വീണ്ടും 4ാമത്തെ പ്രോബ്ലമാണ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. നമുക്കെടുത്ത് ഇങ്ങനെ എഴുതണം. പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a. അപ്പോൾ എ ഇസ് ഈക്വൽ ടു +1, ബി ഇസ് ഈക്വൽ ടു +4, സി ഇസ് ഈക്വൽ ടു +5. അപ്പോൾ ഈ ഫോർമുലയിലേക്ക് കൊടുക്കുമ്പോൾ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി 5 ഓൾ ബൈ 2 ഇൻറ്റു 1 -4 പ്ലസ് ഓർ മൈനസ് 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു 5 20 ഓൾ ബൈ 2 ഇൻറ്റു 1 -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് എപ്പോഴും ഇടുക. അപ്പം -4 ബൈ 2 ഇൻറ്റു 1 2. ഇവിടെ നമുക്ക് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് കൊണ്ട് വി കനോട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് of a negative number. So, x square plus 4x plus 5 cannot be written as the product of two first degree polynomials. കേട്ടല്ലോ. നമ്മൾ 3ാമത്തെ കണക്കിലേക്ക് വീണ്ടും അതുപോലെ തന്നെ പോവാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ബൈ 2a. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 2, സി ഇസ് ഈക്വൽ ടു 2. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഓൾ ബൈ 2 ഇൻറ്റു ഇടവേള 1 -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ എത്ര 4, പിന്നെ മൈനസ് ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 8, അപ്പോൾ 2 ഇൻറ്റു 1 2 -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ ഉത്തരം വരുന്നത് -4 അല്ലേ, കുറച്ചിട്ട് വരുന്ന ചിഹ്നം ബൈ 2. അപ്പോൾ ഇവിടെയും നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവാണ് വന്നത്. അപ്പം നമുക്ക് വി കനോട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. നമുക്ക് നെഗറ്റീവ് നമ്പറിൻ്റെ പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. So, we cannot be written as the product of two first degree polynomials. ഇതിന് നമുക്ക് ഒരിക്കലും അങ്ങനെ എഴുതാൻ സാധിക്കില്ല.